ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ലോങ്ങസ്റ്റ് സാംസ്, ഏറ്റവും ദീർഘമായൊരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. 17 നമ്മൾ കഴിഞ്ഞു, 18ലേക്ക് നമ്മൾ കടക്കുന്നു. 50 വാക്യങ്ങൾ ഉള്ള, മറ്റതൊക്കെ ചെറിയ ചെറിയ 5, 6, 7 വാക്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് സാംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം എടുത്തിട്ടുള്ളത്. ഒരു വിഷയം താങ്ക്സ് ഗിവിങ് എന്നുള്ളതാണ്, സ്തോത്രമാണ്, കൃതജ്ഞതയാണ്. ആവട്ടെ, നമ്മൾ കൃതജ്ഞത അർപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്തോത്രം അർപ്പിക്കുന്നത് എപ്പോഴാണ്, ഏത് അവസരത്തിലാണ് കൃതജ്ഞത നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്നത്, നമ്മൾ അർപ്പിക്കുന്നത്? ചിലരെങ്കിലും കാര്യം സാധിക്കുമ്പോൾ, പിന്നെ എന്തെങ്കിലും ദാനം സൗകര്യം നമുക്ക് കൃപ ലഭിക്കുമ്പോൾ, മറ്റെന്തെങ്കിലും വിജയം നമുക്ക് കൈവരുമ്പോൾ ഒക്കെ നമ്മൾ കൃതജ്ഞത അർപ്പിക്കാറുണ്ട്. സ്വാഭാവിക സ്പോണ്ടേനിയസാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒന്ന്. ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയും എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കൃപകൾ ലഭിക്കുമ്പോൾ. ഇവിടെ ലഭിച്ച കൃപ എന്തെങ്കിലും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നേരെ മറിച്ച് ശത്രുവിൻ്റെ മേൽ വിജയം വരിച്ചു. ദാവീദിന് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. വലിയ ശത്രു ആരെന്ന് ചോദിച്ചാൽ ശൗലായിരുന്നു. ശൗലിൻ്റെ നിയോഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ ശത്രുക്കളുടെ കടന്നാക്രമണവും ഉപദ്രവവും സഹിച്ച് ദാവീദ് മടുത്തു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതുമ്പോഴേക്കും വലിയ ഒരു ജയം തനിക്ക് ലഭിച്ചു, ശത്രുക്കളിൽ നിന്നെല്ലാം ഉള്ള മോചനം ലഭിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വിജയത്തിൻ്റെ സ്തോത്ര കീർത്തനം എന്ന്. എ സോങ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഫോർ ദ വിക്ടറി, ഫോർ ദ സക്സസ് ഹി ഹാസ് മെയ്ഡ് ഓവർ ഹിസ് എനിമീസ്. തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശത്രുക്കളേക്കെല്ലാം ഒരു അവസാനം ഉണ്ടായി. ഹി ഹാസ് കം ഔട്ട് സക്സസ്ഫുൾ. ഈ സങ്കീർത്തനത്തിൻ്റെ അതേ രൂപം തന്നെ നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. 2 സാമുവേൽ chapter 22, the same psalm. എന്താ വ്യത്യാസമെന്നുള്ളത് ഒന്ന് നോക്കി പറഞ്ഞാട്ടെ. 22 2 സാമുവേൽ chapter 22 വായിക്കുമ്പോൾ ഇത് തന്നെയാണ് അവിടെയുള്ളത്. അല്പം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തെന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടും. നോക്കി പറയാമോ? ഈ 2 സാമുവേൽ chapter 22 ഇല്ലാത്തതായിട്ടുള്ള ഇതിനകത്ത് എന്താ ഉള്ളത്? വേഴ്സ് 1. അതെന്താ ഒന്നാമത്തെ ആ വാക്യം? എൻ്റെ ദൈവമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ ആസ് ഇറ്റ് ഈസ് ഈ 2 സാമുവേലിന് തന്നെയാണ്. മറ്റും ചില വ്യത്യാസങ്ങൾ അങ്ങിങ്ങായിട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുത്തിയത് എന്ന് ചോദിച്ചാൽ, 2 സാമുവേലിനകത്താണ് ഈ സങ്കീർത്തനം ആദ്യം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനു വേണ്ടി ചില മിനുക്കുപണികളൊക്കെ, ചില ഓൾട്ടറേഷൻസൊക്കെ വരുത്തി. ഫോർ ദി സേക്ക് ഓഫ് ദി യൂസ് ഇൻ ദി വർഷിപ്പ്, ദൈവാലയത്തിലെ ആരാധനയ്ക്ക് ഈ സങ്കീർത്തനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതാകാം. അത്രയും നമ്മൾ ഓർത്താൽ മതി. ഏതായിരുന്നാലും ഇതിന് പഴയ നിയമത്തിൽ മറ്റൊരു ഭാഗത്തിൽ ഇതിൻ്റെ ഡിറ്റോ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇതിൽ കാണുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം, ഗോഡ് ഇൻ ആക്ഷൻ, പ്രവർത്തന നിരതനായ ഒരു ദൈവമാണ്. ദൈവം ഇങ്ങനെ മാറി കയ്യും കെട്ടി ഉറങ്ങി കൈലാസത്തിൽ ഉറങ്ങി കഴിഞ്ഞ ദൈവമല്ല. ഗോഡ് ഈസ് ഓൾവേസ് ആക്റ്റീവ്ലി ഇൻവോൾവ്. എവിടെ ഇൻവോൾവ് ചെയ്യുന്നു? ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തി ജീവിതത്തിൽ, ജനതയുടെ അനുഭവത്തിൽ, പ്രകൃതിയിൽ. 3 മണ്ഡലങ്ങൾ. ഒന്ന് ഇൻഡിവിജ്വൽ ലൈഫ്സ്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവം കടന്നു വന്ന് പ്രവർത്തിക്കുന്നു. 2 സഭ, പൊതുവായി ജനം.
സൊസൈറ്റി, ആസ് എ നേഷൻ, അവരുടെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. 3, പ്രകൃതി മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ദൈവം കടന്നു വരുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഈ 3 അല്ലാതെ വേറെ മേഖലയുണ്ടോ? ഉണ്ടോ? ഇല്ല. വ്യക്തി, നേഷൻ ആൻഡ് നേച്ചർ, ഈ 3 മേഖലകളിലും ദൈവം പ്രവർത്തിക്കുന്നത് ഈ സങ്കീർത്തനത്തിലാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് the picture we get of God in this psalm, ഈ സങ്കീർത്തനത്തിൽ കിട്ടുന്ന ചിത്രം, a God in action, പ്രവർത്തന നിരതനായ ദൈവം എവിടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, പിന്നെ ജനതയുടെ ചരിത്രത്തിൽ, പ്രകൃതി മുഴുവനായും എപ്പോഴും അങ്ങനെ നിസ്സംഗനായി നിഷ്ക്രിയനായി മാറിയിരിക്കുന്ന ദൈവമല്ല. എ ഗോഡ് ഹു ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാം. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ടല്ലോ, ഇല്ലേ? യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് എ മെസ്സിയാനിക് സാം, മെശിഹായോട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്നാണ് പറയുന്നത്. ദർ ആർ മെനി മെസ്സിയാനിക് സാംസ്, അതായത് മെശിഹായോട് ബന്ധപ്പെട്ട പല സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ മുമ്പ് നമ്മൾ പഠിച്ചതൊന്ന് ഓർക്കുന്നുണ്ടോ? സാം 2 നമ്മൾ പഠിച്ചതാ. അത് മെസ്സിയാനിക് സാമ, മെശിഹായോട് ബന്ധപ്പെട്ട. ഓർക്കുന്നുണ്ടോ? അതിനകത്തൊരു വാക്യം പ്രത്യേകിച്ച്, അനോയിന്റിങ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നത്. പിന്നെ അത് പലതുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സിയാനിക് സാം വേറെ ഏതെങ്കിലും ഒന്ന് പറയാമോ? സാം 22. എന്തുകൊണ്ട് മെസ്സിയാനിക് സാം? മെശിഹായുടെ കഷ്ടാനുഭവത്തെ വിവരിക്കുന്ന സങ്കീർത്തനം. അപ്പം അങ്ങനെ ഒട്ടേറെ സങ്കീർത്തനങ്ങൾ. സാം 110 മെസ്സിയാനിക് സാമാണോ? 110 നോക്കിയിട്ട് എളുപ്പമെന്ന് പറയാമോ? ക്യാൻ യു കോൾ ഇറ്റ് എ മെസ്സിയാനിക് സാം? മെശിഹായോട് ബന്ധപ്പെട്ട എന്താ? യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. ആ രണ്ടാമത്തെ കർത്താവ് ആരാ? മെശിഹായോട് പറയുന്ന, നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. സോ ദാറ്റ്സ് എ മെസ്സിയാനിക് സാം. അപ്പോൾ ഇങ്ങനെ പല സങ്കീർത്തനങ്ങളും മെശിഹായോട് ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് ഇപ്പം നമ്മൾ പഠിക്കുന്ന സാം 18. എന്തുകൊണ്ട്, എന്താ മെശിഹായെ പറ്റി ഇതിനകത്ത് പറയുന്നത് എന്നൊന്ന് നോക്കി പറയാമോ? 4-ാമത്തെ വാക്യം നോക്കിയിട്ട് അവിടെ മെശിഹായോട് ബന്ധപ്പെട്ടതായിട്ട് വല്ലതും കാണാമോ? വല്ലതും ഉണ്ടോ 4-ാമത്തെ വാക്യത്തിൽ? 18:4 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് തോന്നിയില്ല? മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. ഇത് ആരെപ്പറ്റി പറയുന്നതാണെന്ന് അറിയാമോ? മെശിഹായുടെ മരണത്തെപ്പറ്റി പറയുന്നതായിട്ട് ഈ വാക്യം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കുവാനുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:24 ഒന്ന് നോക്കിയാട്ടെ. 24, Acts 2:24. Whom God raised up, having used the pain of death. 24. 2:24. ഇതാരാ ഉദ്ധരിക്കുന്നത്? ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുക ഒരാള്, പീറ്റർ. പീറ്റർ ഈസ് കോട്ടിങ് ദിസ് വേഴ്സ്. സാം 18:4 ഈസ് കോട്ടഡ് ബൈ പീറ്റർ. പത്രോസ് അത് ഉദ്ധരിക്കുന്നുണ്ട്. എപ്പോഴാ? പെന്തക്കോസ്തിയിൽ അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തനം ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് പത്രോസ് ഈ സങ്കീർത്തനത്തെ കാണുന്നത്. 2:24 അപ്പോസ്തല പ്രവൃത്തികൾ 2:24 ഇത് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെയും ഇതിൽ നിന്ന് പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ
15 റോമൻസ് ചാപ്റ്റർ 15 ഇതിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വേഴ്സ് 9 ഫോളോവിങ് ഒന്ന് വായിച്ചാട്ടെ. ഇതിനകത്ത് 49-ാമത്തെ വാക്യം ഏതാ? സങ്കീർത്തനം 49 പറയുന്നത് 1849. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അത് തന്നെയാണ് റോമൻസ് ചാപ്റ്റർ 15 9 ഫോളോവിംഗിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. 10-ാമത്തെ വാക്യം 15:10. 1849 തന്നെയാണ് 15:10 നമ്മൾ കാണുന്നത്. സോ അനദർ കൊട്ടേഷൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഫ്രം ദിസ് സാം. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ മറ്റൊരു ഉദ്ധരണി കൊണ്ടുവരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഈ സങ്കീർത്തനം പുതിയ നിയമകാലത്ത് വളരെ പ്രധാനപ്പെട്ടതായി കണ്ടു. പലപ്പോഴും അതിന് ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ്. എഗെയിൻ ഇതിൻ്റെ മറ്റൊന്ന് നമുക്ക് നോക്കാം. എബ്രായർ 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ 2-ാമത്തെ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട് 18:2. എബ്രായർ 2:12, എബ്രായർ 12:2. അത് തന്നെ ഇവിടെയും അത് തന്നെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, in the New Testament time this psalm was considered as a messianic psalm. മെസ്സിയായോട് ബന്ധപ്പെടുത്തി ദ മെസ്സിയാനിക് കമ്മ്യൂണിറ്റി, ക്രിസ്തീയ സഭയോട് ബന്ധപ്പെടുത്തി ക്രിസ്തീയ സഭ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു സങ്കീർത്തനമാണ് സാം 18 എന്നുള്ളത്. തന്നെയുമല്ല, പിന്നെ നമ്മൾ വായിക്കുന്നു 46-ാമത്തെ വാക്യം, പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ജീവിക്കുന്നു. ഇത് ആരെപ്പറ്റിയേ പറയാൻ ഒക്കുകയുള്ളൂ? കണ്ടാലും ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു. ലിവിങ് ലോഡ്, ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയ ഇത് പ്രസക്തമാകുന്നത്. അതുകൊണ്ട് നമുക്കത് ഓർക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു 46-ാമത്തെ വാക്യം കണ്ട് യഹോവ ജീവിക്കുന്നു എന്ന്. 50-ാമത്തെ വാക്യമോ തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? ദി അനോയിന്റഡ് വൺ, ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ദി അനോയിന്റഡ്. മെസ്സായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? മെഷിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ദി അനോയിന്റഡ്. ക്രൈസ്റ്റ് ഈക്വൽസ് മെസ്സായ ഈക്വൽസ് ദി അനോയിന്റഡ്. ക്രൈസ്റ്റ് എന്നുള്ളത് ഗ്രീക്ക് വാക്ക്, അർത്ഥം അനോയിന്റഡ്. മെഷിഹ എന്നുള്ളത് എബ്രായ വാക്ക്, സുറിയാനിയിലും അത് തന്നെ, അർത്ഥം ദി അനോയിന്റഡ്, അഭിഷിക്തൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെയും മിശിഹായെ പറ്റിയുള്ള ഒരു സൂചന 50-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. 50-ാമത്തെ വാക്യത്തിൽ അവസാനം പറയുന്നത് എന്താ? ലാസ്റ്റായിട്ട് പറയുന്നത് ദാവീദിൻ്റെ അവൻ്റെ സന്തതിക്കും. ദാവീദിൻ്റെ സന്തതി എന്ന് പറയുന്ന ആരാ? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദ സൺ ഓഫ് ഡേവിഡ് വാസ് എ ടൈറ്റിൽ ഓഫ് ക്രൈസ്റ്റ്. സൺ ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പുത്രൻ ഊശാന എന്ന് പറയുന്നില്ലേ? അപ്പോൾ ദ സൺ ഓഫ് ഡേവിഡ് വാസ് എ ടൈറ്റിൽ ഫോർ ദി മെസ്സായ. അങ്ങനെ നോക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ ആദിയോട് അന്തം ഒരു മെശിഹായുടെ പല പരാമർശങ്ങൾ, ധ്വനി, മെശിഹായെ പറ്റിയുള്ള പല സൂചനകൾ ഉള്ള ഒരു സങ്കീർത്തനമാണ്. ആൻഡ് there are 3 quotations in the New Testament from this psalm. അത്രയും ഐ തിങ്ക് ഈസ് വെരി ക്ലിയർ നമ്മൾ ജനറലായിട്ട്. പിന്നെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഞായറാഴ്ചകളിൽ ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് പ്രത്യേകിച്ച് 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ അവർ പാട്ടായിട്ട് പാടും. നമ്മൾ പാടുമല്ലോ, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതി ബലികൾ അർപ്പിച്ചിടുവിൻ, ഇല്ലേ? അവർ പാട്ട് നമ്മൾ പാടുമല്ലോ ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പ്. അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഈ വാക്യങ്ങൾ വേഴ്സസ് 46 to 50, യഹോവ ജീവിക്കുന്നു, എൻ്റെ വാഴ്ത്തപ്പെട്ടവൻ
എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ, ദൈവം എനിക്ക് വേണ്ടി, അതാണ് ഇങ്ങോട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പലപ്പോഴും എടുത്ത് എവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സങ്കീർത്തനം സഭയുടെ വിശ്വാസത്തിലും ആരാധനയിലും വലിയ ഒരു സ്ഥാനം പിടിച്ചിരുന്ന ഒന്നാണ്. ഈവൻ ദോ ഇറ്റ്സ് എ ബിഗ് സാം കൺസിസ്റ്റിംഗ് ഓഫ് 50 വേഴ്സസ്, 50 വാക്യങ്ങളുള്ള ഒന്ന്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ എങ്ങനെ 5 നമുക്കിതിനെ തിരിക്കാം. 5 ഡിവിഷൻസ്. 1 to 3 ഇൻട്രൊഡക്ടറി താങ്ക്സ് ഗിവിങ്, ആമുഖമായിട്ടുള്ള സ്തുതിയാണ്. 2 4 മുതൽ 19 വരെയാണ് ദ ക്രൈസിസ് ഓഫ് ദി സാമിസ്റ്റ്, സങ്കീർത്തനക്കാരൻ്റെ പ്രതിസന്ധി. ദ ക്രൈസിസ്, പ്ലൂറൽ ക്രൈസസ്, അവയിൽ നിന്നുള്ള മോചനം, ആൻഡ് റിഡംഷൻ ഫ്രം ദ ക്രൈസിസ്. ഇതാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന് നേരിട്ട ക്രൈസിസ്, പ്രതിസന്ധികൾ? 1, 2 ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ആൻഡ് ഹൗ വണ്ടർഫുള്ളി ഹി വാസ് റിഡീംഡ് ഫ്രം ദം, അതിൽ നിന്നൊക്കെ ദൈവം എങ്ങനെ മോചിപ്പിച്ചു എന്ന് പറയുന്നതാണ്. 4 to 19. Then 20 to 27, എന്തുകൊണ്ട് ദൈവം കടന്നു വന്ന് വിടുവിക്കുന്നു? Why God intervenes and he redeems. എന്തുകൊണ്ടാണ് ദൈവം കടന്നു വന്ന് വിടുവിക്കുന്നത്? നമുക്കും അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദൈവം എപ്പോഴാണ് കടന്നു വരുന്നത് നമ്മളെ വിടുവിക്കുവാൻ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്? അത് ആ ഭാഗം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം. When God shall intervene and how God shall redeem us. നമ്മുടെ സാഹചര്യത്തിൽ ദൈവം നമ്മെ എങ്ങനെ എപ്പോഴാണ് വിടുവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നു. Then 4:28 to 45, how the redemption was achieved. വിടുതലിൻ്റെ ചരിത്രം, how the redemption was effected. വിടുതലിൻ്റെ ചരിത്രം നൽകിക്കൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. Hope of the future, the history of the redemption, and also hope of the future, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ. അപ്പം ഇനിയും ഒന്നും കൂടെ ഉള്ളൂ. എത്രാമത്തെ വാക്യം മുതലാ? 46 to 50. സമാപന സ്തോത്രം, കൺക്ലൂഡിങ് താങ്ക്സ് ഗിവിങ്. സമാപന സ്തോത്രം, അത് സ്തോത്രത്തോടു കൂടിയാണ് സങ്കീർത്തനം സമാപിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, 50 വരെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് we will take section by section നമുക്കൊന്ന് എടുക്കാം. ആദ്യത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതൊരു വാക്യമാണ്. എന്താ അതിൽ പറയുന്നത്? എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹിക്കുന്നു എന്നുള്ള ആ വാക്ക് വളരെ ശക്തമായൊരു വാക്കാണ്. തീവ്രമായ വികാരം വരും. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല, അതിനകത്ത് മനസ്സും വികാരവും എല്ലാം ബന്ധപ്പെടുത്തി വളരെ ശക്തമായ തീവ്രമായ വികാരത്തെ വെളിപ്പെടുത്തുന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോട്ട് ചെയ്യണം. ഈ ഒരു ചോദ്യം, ഈ ഒരു പ്രഖ്യാപനം മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും വേറെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പീറ്റർ, പത്രോശ്രീയായോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല ചോദിച്ചത്. കറക്റ്റ്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ എന്താ മറുപടി പറഞ്ഞു? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഒരു അഫർമേഷൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൊടുക്കാനുള്ളതാ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് പേര് വിളിച്ചാ ചോദിക്കുന്നില്ലേ?
ശിമോനെ എന്നല്ലേ വിളിച്ചത്? ബർയോനാ ശിമ, ഇരട്ട പേര് വിളിച്ച നിന്റെ അപ്പൻ്റെ പേരും കൂടെ പറഞ്ഞ ബർയോനാ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. പേർ ചൊല്ലി വിളിച്ചും കൊണ്ട ആ ഒരു കാര്യം ചോദിക്കുന്നത്. ലവസ് thou me more than this? And the same question is addressed to you and to me this morning. എന്തുത്തരം നമുക്ക് പറയാം, അല്ലെങ്കിൽ പറയണം, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. And that affirmation is the most important thing. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്താവനയും ഏറ്റവും വലിയ അനുഭവവും എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. സാധാരണയായിട്ട് ഈ പാശ്ചാത്യൻ്റെ ഇടയിലൊക്കെ, പാശ്ചാത്യരുടെ നമ്മുടെ ഇവിടെയും കമിതാക്കൾ, ലവേഴ്സ് കാണുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണ്. ഐ ലവ് യു. പിന്നെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരും പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല ഐ ലവ് യു. ഇറ്റ് ഇസ് ടേക്കൺ ഫോർ ഗ്രാൻഡ്. പക്ഷേ സായിപ്പ് അന്നേരം ഇടയ്ക്കിടയ്ക്ക് പറയും ഐ ലവ് യു എന്ന്. കാരണം അവർക്ക് സംശയമാണ്. അവർക്ക് പലപ്പോഴും സംശയം തോന്നും. നമുക്ക് സംശയം വരുന്ന പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. പക്ഷെ അവർക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ഐ ലവ് യു. ആ വാക്ക് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആ അടുപ്പത്തിൻ്റെ വലിയൊരു എക്സ്പ്രഷനാണ് ഐ ലവ് യു. ഇത് തന്നെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റൊരു തലത്തിൽ, ആത്മീയമായ തലത്തിൽ ആ ഒരു സ്നേഹമാണ് മറ്റെല്ലാറ്റിനേക്കാൾ അധികം നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത്. മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, ഇവയേക്കാൾ, ഇവരേക്കാൾ, ഇവറ്റയേക്കാൾ എല്ലാറ്റിലും ഉപരിയായ ഒരു സ്നേഹം. അതാണ് ഒന്നാമത്തെ വാക്യം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്കതുകൊണ്ട് ദാവീദിനോടും പിന്നെ ആരോടും ചേർന്നാണ് ഇത് പറയാമാവുന്നത്? പത്രോസിനോടും ചേർന്ന് പറയുവാൻ കഴിയണം, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആൻഡ് ദാറ്റ് ഷുഡ് ബി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഫർമേഷനായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വാക്യമാണ് ദ ഫസ്റ്റ് വേഴ്സ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ അതിനുശേഷം ദൈവം തനിക്ക് ആരാണ് എന്ന് പറയുന്നതാണ് 2 മുതലുള്ള വാക്യങ്ങളിൽ. ദൈവം തനിക്ക് ആരാ, അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ കാരണം ദൈവം തനിക്ക് ആരാണ്, ദൈവം തനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 8 വിശേഷണങ്ങൾ അവിടെയുണ്ട് ദൈവം എനിക്ക് ആരാണ് എന്നുള്ളതിനെ പറ്റി. 8 കാര്യങ്ങൾ അവിടെ പര്യായങ്ങളെ പോലെ, സിനോണിംസ് പോലെ, വാട്ട് ഈസ് ഗോഡ് ടു മീ, ദൈവം എനിക്ക് ആരാ, ദൈവം എനിക്ക് പറയുന്നതൊക്കെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വേണേൽ പറയാം ഒരു വിശ്വാസ പ്രമാണം ആണ്. ദൈവം നമുക്ക് ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് ഈ വാക്യങ്ങൾ. ഇതിൽ ഈ പാറ എന്നുള്ള വാക്ക്, യഹോവ എൻ്റെ പാറ, ഇത് സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും വരുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് യഹോവ എൻ്റെ പാറ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിന് പിമ്പിലുള്ള ആശയം എന്താ? ഉറപ്പ്. അതൊന്ന്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രെങ്ത്, അതാ ഉറപ്പ്. പിന്നെ ഡ്യൂറബിലിറ്റി, അത് എത്രയോ നാൾ നിൽക്കുന്ന. മറ്റതൊക്കെ പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകും. മണലാണെങ്കിൽ ഇതെത്ര നാളുകൊണ്ടാണ് ആ പാറ ഇങ്ങനെ ഇരിക്കുന്നത്. നിത്യതയെ കുറിക്കുന്നതിനും, അപ്പം ഭദ്രത, ഉറപ്പ്. 2 നിത്യത, അത് കാണിക്കുന്നതിന് ഈ പാറയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്. പിന്നെ അഭയമാണ് ഈ പാറ. പലപ്പോഴും ശത്രു വരുമ്പോൾ ഓടിച്ചെന്ന് പാറയിൽ അഭയം തേടി കഴിഞ്ഞാൽ പിന്നെ പാറയുടെ ഗുഹയുണ്ട്, കേവ്സ്. അതും പാറയുടെ ഗുഹയ്ക്കകത്ത്
ഭദ്രത നൽകുന്ന സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പഴയ ആശയങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പ്, നിത്യത, സെക്യൂരിറ്റി, ഈ ആശയങ്ങളെല്ലാം അതെ പാറ എന്നുള്ളതിൽ വരും. ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കാട്ടെ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ ഹോളി ലാൻഡിൽ വിശുദ്ധ നാട്ടിൽ പലരുണ്ട്. മസാല കണ്ടിട്ടുണ്ടോ? അതിന് മുകളിൽ കയറിയോ? സംഭവം കയറിയില്ലേ? മസാലയല്ല, മസാല, MAZDA, മസാല. വലിയൊരു പാറയാണ്. നമ്മൾ വലിയ വല്ലംകോട്ട കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു പാറയാണ്. അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. അതിൻ്റെ മുകളിലാണ് ഈ ശത്രുക്കളിൽ നിന്ന് വന്നപ്പോൾ, റോമാക്കാരൊക്കെ വന്നപ്പോൾ അഭയം തേടിയ ഹെരോദാവിൻ്റെ കൊട്ടാരം അതിൻ്റെ മുകളിലുണ്ട്. അതിൻ്റെ റിമൈൻസൊക്കെ ഇപ്പോഴും കാണാം. അത് വലിയൊരു പാറ. ആൻഡ് ദാറ്റ് വാസ് ദ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. സഭയും നൽകിയ ഒരു സ്ഥലമാണ്. പോട്ടെ, നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കാര്യം, യഹോവ എനിക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇതിലെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ഈ പറയുന്നതെല്ലാമാണ് എൻ്റെ ദൈവം. അതുകൊണ്ടാണ് യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ട്? എനിക്ക് നീ എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്. ഇങ്ങനെ അങ്ങ് പെരുകി പര്യായങ്ങളെ കൊണ്ടങ്ങ് നിറയ്ക്കുകയാണ്. ഇനി നമുക്കും പറയാം, ദൈവം എനിക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചിന്തിച്ച് നോക്കുമ്പോൾ, ദൈവം എനിക്ക് വൈദ്യനായിരുന്നു എന്ന് ഞാൻ പറയും. അതുപോലെ നിങ്ങൾക്ക് മറ്റു പലതുമായിരുന്നു. ഓരോരുത്തർക്കും പറയാനുണ്ട്. ദൈവത്തിൻ്റെ ആ പ്രവർത്തനം ഓരോ വ്യക്തിയുടെ അനുഭവത്തിലും. ഇത് ദാവീദിന് അനുഭവപ്പെട്ട കാര്യമാണ്. വാട്ട് ഗോഡ് മെന്റ് ടു ഹിം, വാട്ട് വാസ് ഹിസ് എക്സ്പീരിയൻസ് അബൌട്ട് ഗോഡ്. ഇത് ആ ഒരു അനുഭവത്തിലാണ് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വിമോചന കഥയാണ്. 4 മുതൽ 19 വരെ വിമോചന കഥയാണ്. എങ്ങനെയാണ് ദൈവം തന്നെ രക്ഷിച്ചത്, എങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നാണ് ദൈവം തന്നെ വിടുവിച്ചത് എന്ന് ഇവിടെ വിവരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്കിന്ന് കേൾക്കാം. ഒന്നാമത് പറയുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്ന് വേണം, കണിയല്ല, കെണികളും എന്നെ തുടർന്ന് പിടിച്ചു എന്നിങ്ങനെ പറയുന്നത്. മരണപാശം എന്ന് പറയുന്നത്, മരണം ഒരു ശത്രു വന്ന് നമ്മളെ പിടിച്ച് കെട്ടുന്നത് പോലെ നമ്മെ നശിപ്പിക്കുന്ന ഒന്നായിട്ട് പറയുന്നതാണ്. ജീവൻ അപകടത്തിലാക്കുന്ന ഘട്ടമാണ് മരണപാശം എന്നെ ചുറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മൈ ലൈഫ് വാസ് ഇൻ എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. വളരെ അപകടപൂർണമായ ഒരു അനുഭവത്തിലായിരുന്നു എന്ന് പറയുന്നത്. പാതാളം എന്ന് പറയുന്നതോ, പാതാളം പാശങ്ങൾ എന്നെ വളഞ്ഞു, ദൈവമില്ലാത്തൊരവസ്ഥ. അത് തന്നെയുമല്ല, മരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പാതാളത്തിലാണ്. അപ്പം പാതാളത്തിൻ്റെ, മരണത്തിൻ്റെ മറ്റൊരു പര്യായം കൂടിയാണ് പാതാളം. കർത്താവ് പറയുന്നുണ്ടല്ലോ, കണ്ടാലും ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്തിൻ്റെ താക്കോൽ വഹിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. റെവലേഷൻ 1:18 എന്ന് വായിച്ചാട്ടെ. കീസ് ഓഫ് ഹേദിസ് എന്ന് പറയുന്നത് പാതാളം. അപ്പൊ ഈ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ഞാൻ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാ. പാതാളം തന്നെയാണ് മരണത്തിൻ്റെ മറ്റൊരു വാക്കെന്നേ അർത്ഥമുള്ളൂ. ഞാൻ താക്കോൽ വഹിച്ചിരിക്കുന്നു, മരണത്തിൻ്റെ താക്കോൽ അത് തന്നെ പാതാളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, പാതാളത്തിലാണ് മരിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെ വലിയ ആധിപത്യമുള്ളത് പാതാളം. അതുകൊണ്ട് ഇറ്റ്സ് എ സിനോണിം ഫോർ ഡെത്ത്. അപ്പം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും പാശങ്ങൾ തന്നെ ചുറ്റിയിരുന്നു. ആ ആധിപത്യത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ തുടർന്നുള്ള വാക്യങ്ങളിൽ 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദൈവം കടന്നു വരുന്ന, ദൈവം പ്രത്യക്ഷനാകുന്ന, എന്തിനാ ദൈവം കടന്നു വരുന്നത്?
രക്ഷിക്കുവാൻ, ഈ ആളിനെ വിമോചിപ്പിക്കുവാൻ, ഈ ദുസ്ഥിതിയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാതാളത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം കടന്നു വരുന്നു. അതങ്ങോട്ട് വിവരിക്കുക. ദൈവം കടന്നു വരുന്നത് ആരും അറിയാതെ, മിണ്ടാതെ, മൗനമായി, ശബ്ദമൊന്നും ഉണ്ടാക്കാതൊന്നുമല്ല. പ്രകൃതി മുഴുവനും പ്രകമ്പനം കൊള്ളിച്ച് വലിയ ശബ്ദവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ദൈവം കടന്നു വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ദൈവം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷത: ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കാൽ അവൻ കുലുങ്ങിപ്പോയി, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു ദഹിപ്പിച്ചു, തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. ഇതൊക്കെ ഈ തീയും ആവിയും പുകയും ഒക്കെ ദൈവം പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. പുറപ്പാട് 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവ കൽപ്പന, പുറപ്പാടെന്ന് പറഞ്ഞാൽ വിമല നോക്കിയിരിക്കുന്നു ഏതായി പുറപ്പാടെന്ന് ഇല്ലേ, കുറച്ചൊക്കെ 19 ആ ചാപ്റ്ററിൽ എന്താ വിഷയം ഒന്ന് നോക്കിയിട്ട് എളുപ്പം പറയാം. 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം, 17 മുതൽ. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി, അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി എന്നൊക്കെ വായിക്കുന്നത് കണ്ടല്ലോ. Exodus chapter 20 verse 17, 19 ഫോളോവിങ്. അവിടെ നമ്മൾ കാണുന്നത് യഹോവ കടന്നു വരുമ്പോൾ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ്, പ്രകൃതിയിൽ വരുന്ന ചലനങ്ങളാണ്, പ്രകൃതിയിൽ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതം ഉണ്ടാവും. കാരണം ദൈവമാണ് വരുന്നത്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ്. അത് ഇവിടെയും ഈ സങ്കീർത്തനത്തിലും അത് തന്നെയാണ് വിവരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പിന്നെയും അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു എന്നിങ്ങനെ ഇങ്ങോട്ട് 19-ാമത്തെ വാക്യത്തിൽ വരെ എത്തി നിൽക്കുന്നു. 19 എങ്ങനെ നിൽക്കുന്നു? അവനെന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന്. അപ്പോഴ് ഇത് ദാവീദിൻ്റെ അനുഭവവുമാണ്, അതേ സമയത്ത് ഇസ്രയേലിൻ്റെ അനുഭവവും കൂടിയാണ്, അല്ലേ? ഇസ്രയേൽ ദൈവം അവരെ എങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നാണ് വിടുവിച്ചത്? അവിടെ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നാ. അതെന്തൊക്കെ ചെയ്യേണ്ടി വന്നു അവർക്ക്? അവിടെ ദൈവം അത്ഭുതം പലതും ചെയ്തു, തീയിറക്കി. പിന്നെ അവർക്ക് കൽമഴ പെയ്ച്ചതിനെ പറ്റി വായിക്കുന്നില്ലേ, 10 ബാധകൾ വായിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം അവരെ വിടുവിച്ച് വിശാലതയിലേക്ക്, ഏതാ വിശാലത? കനാൻ നാട്ടിലേക്ക്, സ്വസ്ഥതയുള്ള പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. So this could be a description of what the people of Israel as a nation experienced. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം കൂടിയാണ് ഈ വിടുതൽ. എങ്ങനെ ദൈവം അത്ഭുതകരമായി തൻ്റെ പ്രവൃത്തിയിൽ കൂടി വിടുവിച്ച് വിശാലതയിലേക്ക് വരുത്തി. ആൻഡ് ദാറ്റ് കുഡ് ബി ദി എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ. ദാവീദിൻ്റെ അനുഭവമാണ് ദൈവം എങ്ങനെ തന്നെ ഈ വിശാലതയിലേക്ക് വരുത്തിയെന്ന് പറഞ്ഞാൽ, സ്വസ്ഥമായിരിക്കുന്ന ഇടുങ്ങിയ ശ്വാസം മുട്ടിക്കുന്ന അനുഭവത്തിൽ നിന്ന് സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് വരുത്തി എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, ഇനിയും കർത്താവ് സഹായിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? 20 മുതലുള്ള വാക്യം നോക്കിയിട്ട് പറഞ്ഞാട്ടെ. കർത്താവ് വരുന്ന കാര്യവും വിടുവിച്ച കാര്യവും പറഞ്ഞു. കർത്താവ് വിടുവിക്കുവാനുള്ള കാരണം എന്താ? അതാ, ഞാൻ നിർമ്മലനായിരുന്നത് കൊണ്ട് 1, 2, ഞാൻ അവൻ്റെ വചനം പ്രമാണിച്ചത് കൊണ്ട്, അവൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ ജീവിച്ചത് കൊണ്ട്. അതുകൊണ്ടോ? 22-ാമത്തെ വാക്യം.
അപ്പൊ രണ്ട് കാര്യങ്ങളാണ് യഹോവ കടന്നു വന്ന് സഹായിക്കണം എങ്കിൽ രണ്ട് വ്യവസ്ഥകളാണ്. ഒന്നെന്താ, എൻ്റെ വഴി നിർമ്മലമാണ്, എൻ്റെ ഹൃദയം യാതൊരു കുഴപ്പവും കുണ്ടാമാണ്ടികളൊന്നും കാണിക്കാത്ത വിധത്തിൽ ഞാൻ സ്വച്ഛമായ എൻ്റെ ഹൃദയത്തെ നിർമ്മലതയിൽ ഞാൻ കാത്തു സൂക്ഷിച്ചു. ഒന്ന്. രണ്ട്, ഞാൻ നിന്റെ വഴികളെ, നിന്റെ പ്രമാണങ്ങളെ ഞാൻ പാലിച്ചു. യഹോവയുടെ പ്രമാണങ്ങൾ പാലിക്കുക, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഇത് രണ്ടുമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനുള്ള കണ്ടീഷൻസ്, മുഖാന്തരങ്ങൾ. When we keep purity in life, holiness in life, ജീവിത വിശുദ്ധി പാലിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കടന്നു വരും, ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതായ കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. 20-ാമത്തെ വാക്യത്തിൽ അല്പം ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ അവിടെ ഇല്ലയോ? ഞാൻ ഇച്ചിരി കുഴപ്പക്കാരനൊന്നുമല്ല, മറ്റുള്ളവരെ പോലെ. ദൈവം എനിക്കിതൊക്കെ ചെയ്തതിൻ്റെ കാര്യം, ദൈവം എന്നെ വിടുവിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അപ്പോഴ് ദാവീദ് സ്വയം നീതീകരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകാം. എൻ്റെ നന്മ കൊണ്ടും ദൈവം എൻ്റെ നീതി കൊണ്ട് ദൈവം എനിക്ക് ചെയ്തു. പക്ഷെ ദൈവം നമ്മുടെ നീതിക്കനുസരിച്ച് മാത്രമൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ കരുണ അതിലൊക്കെ അതീതമാണ്. കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ അമ്മമാർ, എന്താ പറയുന്നത്, നീ ചൊവ്വേന്നേരം നല്ലവനായിട്ടൊക്കെ ഇരിക്കാമെങ്കിൽ നിനക്ക് ചോക്ലേറ്റ് തരാം പറയും. സാധാരണ ആ സ്കൂളിൽ പോയാൽ അതുപോലെ മടിയൊന്നും കാണിക്കാതെ ഒക്കെ ചൊവ്വ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് അപ്പാപ്പ തരാം. ഇതിങ്ങനെ കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ നന്നായിട്ടൊക്കെ ജീവിച്ചാൽ ദൈവം നമുക്ക് തരും എന്നുള്ളതാണോ ഉള്ളത്? അത് പഴയ നിയമത്തിലെ ഒരു സങ്കല്പമാണ്. പഴയ നിയമത്തിൽ അങ്ങനെയാണ്, നന്നായിട്ടൊക്കെ ഉള്ള അതിലൊക്കെ പറഞ്ഞു. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ കൃപ വരുന്നത് ആൾക്കാ? അൺഡിസേർവിങ് ആയിട്ടുള്ളവർക്ക്, യാതൊരു വിധത്തിലും യോഗ്യതയില്ലാത്തവരില്ല. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദി ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ബീങ് ഗിവൺ ടു ദി അൺഡിസേർവിങ്. യോഗ്യതയില്ലാത്തവരിലേക്ക്. ഇതാ പുതിയ നിയമത്തിൻ്റെ വലിയൊരു സന്ദേശം. ഇവിടെ ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. പിന്നെയും അപ്പോൾ 27-ാമത്തെ വാക്യത്തിൽ എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്ഷൻ അവസാനിപ്പിക്കുന്നു 27 വരെ. പിന്നെയും വിടുതൽ എങ്ങനെ, അതിലൊരു ചരിത്രമാണ്. ഹിസ്റ്ററി ഓഫ് ദ റിഡംഷൻ ഈസ് നറേറ്റഡ് ഫ്രം 28 to 45. 28 മുതലാണ് ദൈവം എങ്ങനെയൊക്കെയാണ് തന്നെ വിടുവിച്ചത്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും എന്നിങ്ങനെ ഇങ്ങോട്ട് പറയുന്നത്. ഇതെവിടെ നമുക്ക് ജനത്തിൻ്റെ കാര്യത്തിൽ പറയാം, ഇസ്രായേൽ ജനത്തിന് പറയാൻ ഒക്കുമായിരുന്നു. ദൈവം പ്രകാശത്തിൽ കൂടി അവരെ നടത്തിയതെന്ന്. ഏത് പ്രകാശമാണ്? ദ പില്ലർ ഓഫ് ഫയർ. അഗ്നിസ്തംഭം കൊണ്ടല്ലേ നടത്തിയത്, അവരെ വഴി നടത്തിയത്. രാത്രി വെളിച്ചമൊന്നുമില്ല. എത്ര വലിയ ജനമാ മുസ്ലിമിൽ പുറപ്പെട്ടു പോകുന്നെന്ന് ഓർക്കുന്നു. ദ പോപ്പുലേഷൻ ദാറ്റ് ലെഫ്റ്റ് ഇസ്രായേൽ, ഈജിപ്റ്റ്, 6 ലക്ഷം പുരുഷന്മാരെ. 6 ലക്ഷം പുരുഷന്മാരെങ്കിൽ സ്ത്രീകളത്തിലൂടെ കാണും. 6 ലക്ഷത്തിൽ കൂടുതൽ കാണും. ഒരു 7 നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. പിള്ളേരോ അതൊരു ആവറേജ് 5 നമുക്ക് കൂട്ടാൻ. അപ്പോൾ സാധാരണ 6 ലക്ഷം എന്ന് പറയുന്നത് തെറ്റാണ്. 6 ലക്ഷം പുരുഷന്മാർ, സച്ച് എ ഹ്യൂജ് ക്രൗഡ്. ഇത്രയും വലിയൊരു 1 ലക്ഷം ജനങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് സങ്കല്പിക്കാൻ മേല. ഇത്രയും വലിയൊരു ജനമാണ് പുറപ്പെട്ടു പോകുന്നത് എന്ന് ഓർക്കണം. അണ്ടർ ദ ലീഡർ. അപ്പോൾ അവർക്ക് രാത്രിയിൽ വെളിച്ചം വേണമെങ്കിൽ മുകളിൽ നിന്ന് വലിയ പ്രകാശമാണ്.
പകലാണെങ്കിൽ മരുഭൂമിയാണ്. മരുഭൂമി കൂടെ പോയിട്ടുള്ളവർക്കറിയാം എത്ര വലിയ ദുസ്സഹമാണ് ഈ വെയിൽ എന്നുള്ളത്. അപ്പോൾ അവിടെ ഇതാ നല്ല മേഘ അവർക്ക് വിരിച്ച് തണൽ നൽകുന്നതായിട്ട് ആകാശത്തിൽ വിരിവ് അവർക്ക് കൊടുക്കുന്നു. ഈ വിധത്തിൽ ഇവിടെ പറയുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. പിന്നത്തെ വാക്യം നമ്മുടെയൊക്കെ ഒരു വലിയ പ്രഖ്യാപനമായി തീരേണ്ടതാണ്. 29-ാമത്തെ വാക്യം. ആ വാക്യം അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പറയാവുന്ന ഒരു വാക്യമാണ്. എന്താ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മറ്റുള്ളവരുടെ മാങ്ങാ പറിക്കാൻ മതിൽ ചാടിക്കടക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. പിന്നെന്താ മതിൽ ചാടിക്കടക്കുന്നത്? നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പല പ്രതിബന്ധങ്ങൾ, ചില മതിലുകളൊക്കെ ഉയർന്നു വരാം. മേ ബി എ ഫിനാൻഷ്യൽ ക്രൈസിസ്, എ ബിഗ് വോൾ ദെയർ, ഞാനത് ചാടിക്കടക്കും. അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം, എ ബിഗ് വോൾ ബീങ് ഫൗണ്ട് ഓൺ മൈ വേ, അങ്ങനെ ഒന്ന് കണ്ടു. എന്തെല്ലാം മതിലുകൾ ചാടിക്കിടക്കുവാനായിട്ടുള്ളത് എനിക്ക് നിങ്ങൾക്കും ഒക്കെ. അപ്പോഴൊക്കെ പറയാവുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നോട്ട് ഇൻ മൈ പവർ, എൻ്റെ കയ്യിലൊന്നും കരുത്തൊന്നുമില്ല. ഐ വിൽ മിസറബിളി ഫെയിൽ, ബട്ട് ഇൻ ദ പവർ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ ഒരു ധൈര്യം ദാവീദ് ഇവിടെ പറയുന്നത് നമുക്ക്. പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, വലിയ സൈന്യം വന്നാലും ഐ എം നോട്ട് അറ്റ് ഓൾ ത്രെറ്റൻഡ്, ഐ എം നോട്ട് അറ്റ് ഓൾ സ്കേർഡ്. എനിക്ക് ഭയമില്ല. കാരണം എൻ്റെ ദൈവത്താൽ, ആ വാക്കാണ് അടിവരയുന്നത്. ബൈ ദ പവർ ഓഫ് ഗോഡ്, ഇൻ ദ മൈറ്റി പവർ ഓഫ് ഗോഡ്, ഐ ഷൽ വിൻ ഓവർ ദം, ഐ ഷൽ ജംപ് ഓവർ ദി ഒബ്സ്റ്റക്കിൾസ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്ന് ഉള്ളത് ഇവിടെ പ്രത്യേകിച്ചും ഓർക്കാവുന്ന ഒന്നാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിരുന്നാലും എൻ്റെ ദൈവത്താൽ ഞാൻ അവയെ അതിജീവിക്കും എന്ന് നമുക്ക് പറയണം. നമ്മൾ നേരത്തെ ഒരു പ്രസ്താവന നടത്തുവാനുണ്ടായിരുന്നു 1-ാമത്തെ വാക്യത്തിൽ. അതെന്താ? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അതുപോലെ പറയേണ്ട മറ്റൊരു വാക്യമാണ് 20-ന്റെ 2-ാമത്തെ ഭാഗത്ത്. എന്താ 20-ന്റെ 2-ാമത്തെ ഭാഗത്ത്? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ, മേ ബി ഇൻ ദ ഫോം ഓഫ് സം ഇൽനെസ്, രോഗമായിരിക്കാം, മറ്റെന്തെങ്കിലും ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ ദൈവത്താൽ. അടിവരയിടേണ്ട വാക്ക് എൻ്റെ ദൈവത്താലാ, നോട്ട് ഇൻ മൈ പവർ. ഐ എം വീക്ക്, ഫ്രെയിൽ. ദാവീദ് അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നുള്ളത് നമുക്ക് ഒരു. പിന്നെ പറയുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ദൈവത്തിൻ്റെ വചനം നൽകുന്ന ആശ്വാസത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇനിയും അവസാനത്തെ സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. 46-50. മറ്റതെല്ലാം ഈ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇനി നമ്മൾ വരുന്നത് 46-50 യഹോവ, അതാ സമാപനം ആയിട്ടുള്ളത്. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. ഈ 2-3 വാക്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും കോറിയിട്ട് ഓർപ്പിക്കേണ്ട വാക്യമാണ്. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനത്തെപ്പറ്റി പറയുന്നതാണ്.
അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാം ക്ലൈമാക്സ് ആണ് ഈ പ്രസ്താവന 46-ാമത്തെ വാക്യത്തിലുള്ളത്. ദൈവം ജീവിക്കുന്നു. ഇത് പറയാൻ കാര്യമുണ്ട്. മറ്റ് ജാതികളുടേതൊക്കെ അവർക്കും ദൈവമുണ്ട്. ആ ദൈവം കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബിംബങ്ങളാൽ ജീവനുണ്ട്. അവർക്ക് കണ്ണുണ്ട്, കാഴ്ചയില്ല, കാലുണ്ട്, നടക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ദൈവങ്ങൾ അവർക്കൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ലിവിങ് ഗോഡ്. ഇറ്റ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ഗോഡ്സ് ഓഫ് ദി ജെൻറ്റൈൽസ്. വിജാതീയരുടെ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പത്തിന് പാരലായിട്ട്, അതിനകത്ത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ദൈവം യഹോവ ജീവിക്കുന്നു എന്ന് അഫേം ചെയ്ത് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മളൊന്ന് സമാഹരിക്കുമ്പോൾ വലിയവനായി ദൈവത്തിന് പരസ്യമായി സ്തോത്രം അർപ്പിക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. 49-ാമത്തെ വാക്യം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും കേക്ക്, എല്ലാവരും അറിയേ ഞാൻ ചെയ്യും. അല്ല മുറി പോയിരുന്ന് ആരും കേൾക്കാതെ ദൈവത്തെ സ്തുതിക്കുകയല്ല. എല്ലാവരും അറിയത്തക്ക വേണം. ബിക്കോസ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ടു മീ. ദൈവം എനിക്ക് ചെയ്തിരിക്കുന്ന ഈ വലിയ കാര്യത്തെപ്പറ്റി 4 ദേശം മുഴുവനും അറിയണം. That all the nations know of it. ജനങ്ങൾ മുഴുവനും അറിയത്തക്ക വേണം. ജാതികൾ മുഴുവനും ഈ ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റി മനസ്സിലാക്കുവാൻ തക്ക വേണം ഞാനത് നിന്നെ സ്തുതിച്ച് നിന്നെ പ്രസിദ്ധമാക്കും. ഇത് ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് പരസ്യമായി സ്തോത്രം അർപ്പിക്കുക എന്നുള്ളത് ഇത് ഭക്തൻ്റെ ചുമതലയാണ്. നമുക്ക് എപ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം. അതാണോ അതോ എപ്പോഴും ദൈവമേ എനിക്കത് തരണമേ ഇത് തരണമേ എന്ന് പറയുന്നതാണോ? ഏതധികം നമ്മിൽ നിന്ന് വരുന്നത് തരണേ എന്നുള്ള അപേക്ഷയാണ്. സ്തുതികൾ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോൾ അവർ ഊന്നി പറയുന്ന ഒന്ന്, യു പ്രൈസ് ദ ലോർഡ് ഓൾ ദ ടൈം. അത് ഓരോന്നും ഓർക്കുമ്പോൾ ദൈവം യഹോവയെ സ്തുതി, നിനക്ക് സ്തുതി. അത് നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും ഉയരേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്, യഹോവയ്ക്ക് സ്തുതി എന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്തുകാരനൊന്നും ആവത്തില്ല. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ദൈവത്തിന് സ്തുതി തന്നെ നമ്മുടെ നാവിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉയരണം. യേശുവേ നിനക്ക് സ്തുതി എന്നുള്ളത്. പിന്നെ ദൈവത്തിൻ്റെ സംരക്ഷണയാണ് ഈ ഭക്തനെ വലിയവനാക്കുന്നത്. അതിനോട് നമുക്കതിനെപ്പറ്റിയാണ് ഇവിടെ ഓർക്കുവാനായിട്ടുള്ളത്. ഇനിയും അതിൻ്റെ സന്ദേശമായി ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ പ്രഖ്യാപനം നമ്മുടെ അനുഭവം ആക്കി തീർക്കണം. അതായത് പ്രധാനമായിട്ടുള്ളത് ഈ സങ്കീർത്തനം പഠിച്ചതിൽ നിന്ന് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കും. പക്ഷെ അത് പറയണം എങ്കിൽ ദൈവം ആരാണ്, ദൈവം എനിക്ക് എന്താ ചെയ്തിരിക്കുന്നത് എന്നും കൂടി ഓർക്കണം. എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ വാട്ട് ഗോഡ് ഹാസ് ഡൺ ടു മീ, വാട്ട് ഹി ഈസ് ആൻഡ് വാട്ട് ഹി ഹാസ് ഡൺ ടു മീ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് യഹോവേ ദൈവമേ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. 2, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും തീർച്ചയായിട്ടും ഉണ്ടാവും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഓർക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നാം ഒന്ന് അനുസ്മരിക്കാം എങ്കിൽ നമ്മുടെ ഏത് ക്രൈസിസിലും നമുക്ക് ധൈര്യവും പ്രത്യാശയും അതുപോലെ തന്നെ ആശ്വാസവും ലഭിക്കും എന്നുള്ളത് വളരെ ഓർക്കേണ്ട കാര്യമാണ്. തന്നെയുമല്ല
ഈ ദുഃഖത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നവരെ സഹായിക്കുവാനായി ദൈവം കടന്നു വരുന്നു എന്നുള്ളതും ദാവീദ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതല്ലേ ദാവീദിന് പറയാനുള്ളത്? ഞാൻ നിലവിളിച്ചു, യഹോവ കടന്നു വന്നു. ദാറ്റ് ഈസ് ദി ഗ്യാരണ്ടി. വെൻ യു ക്രൈ അലൗഡ്, നമ്മൾ ഉറക്കെ വിളിക്കുമ്പോൾ ദൈവം കടന്നു വരും എന്നുള്ള ഒരു ഉറപ്പ്, ഇത് നമുക്ക് കോൺഫിഡൻസ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രത്യാശ പകരുന്ന ഒന്നാണ്. 3, നമുക്ക് ദാവീദ് ഒരു മോഡൽ ആണ്. എന്തിന്? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ ദാവീദ് നമുക്കൊരു മാതൃകയാണ്. തോറ എന്ന് പറയുന്നത് പരിമിതമായ അർത്ഥത്തിൽ 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയും. 2, മോശയുടെ പ്രമാണങ്ങൾ, മൊസൈക്ക് ലോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളൊക്കെയും ലോ എന്നുള്ളതിൽ വരും. അതുമാത്രമല്ല, പഴയ നിയമത്തിലുടനീളമായി യഹോവ മനുഷ്യനോട് ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും പറഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ ലോ എന്നുള്ളതിൽ വരും. അപ്പോൾ ദാറ്റ്സ് ദ വൈഡർ മീനിങ് ഓഫ് ദ വേർഡ് ലോ. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ പറയുന്ന അർത്ഥത്തിൽ ലോ എന്ന് പറയുന്നത് തന്നെയാണ് ന്യായപ്രമാണം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കതാണ്. സോ ലോ ഷുഡ് നോട്ട് ബി കൺഫൈൻഡ് ടു ദ 10 commandments. It is അതൊക്കെ നമുക്ക് ഇറലവൻ്റ് ആയിപ്പോയി. പക്ഷെ അതിൻ്റെ എസൻസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ശവത്തെ തൊട്ടാൽ അശുദ്ധമാകും, പഴയ നിയമത്തിൽ ഉള്ള കാര്യമാണ്. കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധമായി തീരും എന്നുള്ളത്. അങ്ങനെയുള്ള റിച്വൽസ് ഈ പറയുന്ന അതൊക്കെ ഇറലവൻ്റായി നമുക്ക് മാറ്റിക്കളഞ്ഞു. സ്ത്രീകൾക്ക് തന്നെ നിങ്ങൾക്കറിയാം അശുദ്ധമായിരിക്കും എന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് ക്രിസ്ത്യ വിശ്വാസത്തിൽ അങ്ങനെയൊന്നുമില്ല. ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3, അപ്പോൾ ദാവീദിനെ നമുക്ക് മോഡൽ ആക്കാവുന്ന കാര്യമാണ്. അവരുടെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ ദാവീദ് നമുക്കൊരു മോഡലാണ്, റോൾ മോഡലാണ്. കീപ്പിംഗ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ തത്വങ്ങൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ പാലിക്കുന്നതിൽ. ഇന്ന് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുവാൻ മനുഷ്യന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രമാണമാണ് ഹെറ്ററോസെക്സ് എന്നുള്ളത്. ദൈവം സൃഷ്ടിച്ചപ്പോഴേ ഒരു പ്രമാണം. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഹോമോസെക്സ് ആക്കി കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റേതായിരിക്കുന്ന തകർച്ച വന്നുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് മാരകമായി കടന്നു വന്നത്. ഈ തകർച്ചയ്ക്കൊക്കെ കാരണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എവിടെ എപ്പോൾ ലംഘിക്കപ്പെടുന്നുവോ ആൻഡ് ദെൻ ഡിസാസ്റ്റർ ഫോളോസ്. ഇത് തന്നെയാണ് ഇന്നത്തേത്. പോകട്ടെ, 4ാമത് ഒരു മെസ്സേജ് ഉള്ളത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നുള്ള പ്രസ്താവന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ഓപ്റ്റിമിസം that reveals the spirit of optimism. ഇല്ലേ? ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റുകയല്ല, ഞാൻ ഇതൊക്കെ എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ ചാടി കടക്കും എന്ന് പറയുവാൻ സാധിക്കുന്നത് ആ ഒരു ഓപ്റ്റിമിസം ഉള്ളതാണ്. ആ ഒരു ഓപ്റ്റിമിസമാണ് മുമ്പോട്ട് പോകുവാൻ നമുക്ക് എപ്പോഴും വേണ്ടിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ വയസ്സനായി, എന്നെക്കുറിച്ച് ഒന്നും പറ്റുകയില്ല, എനിക്ക് ഇത്രയും വയസ്സായി എന്ന് പറഞ്ഞ് ഞാനിരിക്കാൻ തുടങ്ങിയാൽ ഇന്നും എനിക്ക് സാധിക്കുന്നതിൻ്റെ കാരണം ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. സോ മെനി തിങ്സ് ടു ബി ഡൺ. ഇനി ഒത്തിരി ചെയ്യാനുണ്ട്, ചെയ്യാൻ കഴിയും എൻ്റെ ദൈവത്താൽ എനിക്കുള്ളത്. അതല്ലെങ്കിൽ തീർന്നു. പിന്നെ ആകെപ്പാട് ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി മുഴുവനും പോയി, നമ്മുടെ എന്തൂസിയാസം പോയി. ദാറ്റ് ഓപ്റ്റിമിസം, എൻ്റെ ദൈവത്താൽ പ്രതിബന്ധങ്ങളെ ഒക്കെ ഞാൻ തരണം ചെയ്യും എന്നുള്ളത് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ, ഓപ്റ്റിമിസത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അവസാനമായിട്ട് ദൈവത്തിൻ്റെ നന്മകളും സഹായങ്ങളും അയവിറക്കുന്നത് നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകളും സഹായങ്ങളും കൃപകളും ഒക്കെ ഒന്ന് ഓർക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവമേ നിനക്ക് 1000 1000 സ്തുതി ഞാൻ കരയേറ്റും എന്ന് പാടുന്നത്. എപ്പോഴാണ് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നന്മകളും കൃപകളും സഹായങ്ങളും ഒക്കെ നാം ഒന്ന് ആയവിറക്കുമ്പോഴാണ്. ടു റിവ്യൂ
the manifold blessings which we receive from him day by day. അത് ഓർക്കുന്ന ഒന്ന്. അങ്ങനെ നമ്മുടെ 18-ാമത്തെ സങ്കീർത്തനം, which is a very long psalm, അതിൽ നിന്ന് ഓർക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം is a psalm of thanksgiving. ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതാണ്. ആ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത് ആദ്യമേ പറയും ദൈവത്തിലുള്ള സ്നേഹം അർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു, എനിക്ക് ദൈവം ഇന്നതൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. പിന്നെ മറ്റൊന്ന് പറയാം, ദൈവം എന്തുകൊണ്ടാണ് കടന്നു വന്ന് എന്നെ സഹായിച്ചത്, ബിക്കോസ് ഞാൻ നേരുള്ളവരും നീതിയുള്ളവരുമായി ഞാൻ ജീവിച്ചു, ചുവകെട്ടവനായി വരുമായിരുന്നില്ല. ഇതാ ദാവീദ് പറയുന്നത്. മാത്രമല്ല, ഞാൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു, അതുകൊണ്ട് എനിക്ക് ജയം തന്നിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ എനിക്ക് ഭാവിയെപ്പറ്റി നല്ല പ്രത്യാശയാണ്. എന്തൊക്കെ വന്നാലും സൈന്യത്തിന് നേരെയും ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, മത് ചാടിക്കടക്കും. അങ്ങനെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് സങ്കീർത്തനം സമാപിക്കുന്നത്. And with that we can conclude our study for the day.